സ്ത്രീയുടെ ശരീരത്തിൻ്റെയും തീരുമാനങ്ങളുടെയും നിയന്ത്രണം ആർക്കാണ് എന്ന ചോദ്യം ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ ശ്രമിച്ച സിനിമ ഹാൽ, ഡയറക്റ്റഡ് ബൈ വീര. ഷെയ്ൻ നിഗം, സാക്ഷി വൈദ്യ തുടങ്ങിയവരൊക്കെ മുഖ്യവേഷത്തിൽ അഭിനയിച്ച സിനിമയാണ്. ശരിക്കും റൊമാൻറ്റിക് ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ എന്ന പാറ്റേണിലാണ് അവർ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയുടെ പ്രധാനമായ പ്രശ്നം ഈ തിരക്കഥ തന്നെയാണ്. കാര്യം ഇതിൻ്റെ ഒരു ലവ് പാറ്റേൺ, ലവ് ഫോളോ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ശരിക്കും നമ്മൾ കണ്ടുമടുത്ത സ്ഥിരം മലയാള സിനിമയിൽ നിന്നല്ല തമിഴ് സിനിമകളിലൊക്കെ കണ്ടുമടുക്കുന്ന ഒരു സെയിം ടിപ്പിക്കൽ ടെംപ്ലേറ്റ്സ് ശൈലി തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം. പ്രത്യേകിച്ച് തന്നെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയെ അവിടെ കല്യാണത്തിൻ്റെ പരിപാടിക്ക് വരുന്ന ഒരു പയ്യൻ കാണുന്നത് അവിടെ നിന്ന് തുടങ്ങുന്നൊരു പ്രണയം എന്ന് പറയുന്ന ഒരു സ്ഥിരം പാറ്റേൺ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് രസമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സിനിമയിൽ, ഈ സിനിമയുടെ കഥാപാത്രങ്ങളിലൊക്കെ അവർക്ക് കൊടുത്തിരിക്കുന്ന ചില ക്യാരക്ടറിൻ്റെ ചില ഭാഗങ്ങളുടെ രസം. പ്രത്യേകിച്ച് ഷൈൻ്റെ ക്യാരക്ടർ ഒരു റാപ്പറാണ്. ആക്ച്വലി ഈ റാപ്പറുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകളിലൂടെ വികാരം പറയുന്നവൻ എന്നൊക്കെയാണ് നമ്മൾ റാപ്പറെ. ഇപ്പം വേടനെയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാം. പക്ഷേ എന്നാൽ സമൂഹം അവരെ ഒരിക്കലും കേൾക്കാറില്ല. പക്ഷെ അവൻ്റെ സംഗീതം എന്തായിരിക്കും, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു ശബ്ദം പോലെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ഷെയ്ൻ ചെയ്ത അസ്ബി എന്ന ക്യാരക്ടർ. ശരിക്കും ഇങ്ങനെ പ്രോഗ്രാംസുകൾക്കൊക്കെ ഗംഭീരമായി ഒരു ഓളം ഉണ്ടാക്കുന്നൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ സാക്ഷി ചെയ്ത ക്യാരക്ടർ ശരിക്കും ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ക്യാരക്ടറാണ്. ഈ നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഒരു വലിയ പ്രശ്നം ഐറണി പോലെയാണെന്ന് തോന്നുന്നു. നിഷാദ് കോയ എഴുതിയതിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഇമോഷണൽ ബെയറൗട്ട് എപ്പോഴും ഇവരുടെ ക്യാരക്ടേഴ്സിനുണ്ടാകും. പ്രത്യേകിച്ച് ആൾക്കാരോട് ഒരു ഭയങ്കരമായ അമിതമായ ഒരു കെയറിങ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ അംശം അവരിലുണ്ടാകും. പക്ഷേ ഇവരുടെ സ്നേഹങ്ങളെ പലപ്പോഴും ആൾക്കാർക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ആ രണ്ട് പ്ലോട്ട് വളരെ രസമായി തോന്നി. പിന്നീട് ഈ പറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. രണ്ടുപേർ ഇപ്പം ലവ് ജിഹാദും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവരുടെ കോർ പ്ലോട്ടുകളിലേക്ക് വരുന്നത്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഇപ്പം കേരളത്തിൽ ഒരുപാട് വലിയ മതപരിവർത്തനങ്ങളിലൊക്കെ ഇൻവോൾവഡ് ആയിട്ടുള്ള ആദ്യകാലത്തൊക്കെ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളായിരുന്നു കൂടുതലെങ്കിൽ പിന്നീടത് ക്രിസ്ത്യൻ മുസ്ലിം വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ബേസ് ചെയ്തൊക്കെ വന്നായിരുന്നു. ഇത് ശരിക്കും ക്രിസ്ത്യൻ മുസ്ലിം കൺസെപ്റ്റിലാണ് ഇവർ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഷൈൻ്റെ ക്യാരക്ടർ ആക്ച്വലി മുസ്ലിമാണ്. സാക്ഷി ചെയ്ത ക്യാരക്ടർ മരിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് ശരിക്കും ഒരു ക്രിസ്ത്യൻ കഥാപാത്രമാണ്. ഇങ്ങനെയുള്ളവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ അവർ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് സിനിമയുടെ വശങ്ങൾ. പക്ഷേ ഈ സിനിമ ഒരു സ്ഥിരം ടിപ്പിക്കൽ പാറ്റേണൊക്കെയാണ് ഫോളോ ചെയ്യുന്നെങ്കിലും ചില ഭാഗങ്ങളിലൊക്കെ അതിൻ്റേതായ ഒരു നന്മയും കാര്യങ്ങളൊക്കെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡ്രാമ, പ്രത്യേകിച്ച് കോർട്ടിലോട്ടൊക്കെ പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷൈൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, നമുക്ക് ഭയങ്കരമായിട്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകാറുണ്ട് എല്ലാ ക്യാരക്ടറുകളെയും എടുക്കുമ്പോൾ. പ്രത്യേകിച്ച് മുസ്ലിം ക്യാരക്ടറുകളെ ഭയങ്കരമായിട്ട് വേട്ടയാടപ്പെടുന്ന ഒരു സംസ്കാരം ഇന്ത്യയിലുടനീളം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതീകം എന്നോണമാണ് ഈ റാപ്പർ ക്യാരക്ടറിനെ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു റാപ്പിംഗ് ആയിട്ടുള്ള സോങ് ഇതിനകത്ത് അവർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഒരു ഭംഗി എനിക്ക് തോന്നുന്നത് പിന്നെ നന്ദഗോപനാണ് ഇതിൻ്റെ ഭംഗി. പ്രത്യേകിച്ച് സോങ്സുകളെല്ലാം പുള്ളി നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാൽ സോങ് എന്ന് പറയുന്ന സോങ്, അത് പ്രത്യേകിച്ച് കല്യാണത്തിനുള്ള ആ സോങ് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു റൊമാൻറ്റിക് ട്രാക്ക്, പിന്നീട് ഈ റാപ്പ് ഒരു സോങ് വന്നിട്ടുണ്ട്. പിന്നെ ഹിജർ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സോങ്ങും കൂടെ വന്നിട്ടുണ്ട്. ഓവറോൾ പിന്നെ മ്യൂസിക്കലി ഈ സിനിമ കുറച്ചൊക്കെ എലവേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് കൺവിൻസ് ആവുന്ന കുറേ കാര്യങ്ങളും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രണയം തന്നെയാണ് പ്രധാന പ്രശ്നം. കാര്യം പ്രണയം പലപ്പോഴും ഒരു സാമൂഹിക കുറ്റമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമൂഹം ശരിക്കും പ്രണയത്തെ ശിക്ഷിക്കുന്നില്ല. കാര്യം പ്രണയിനികളെ മാത്രമാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെയുള്ള കഥകൾക്ക് വീണ്ടും വീണ്ടും ഒരു ആവർത്തനം നമ്മുടെ നാട്ടിലാണേലും സംഭവിക്കുന്നത്. ഒരുപാട് സിനിമകൾ ബാൻ ചെയ്തൊക്കെ ചരിത്രങ്ങൾ ഇന്ത്യയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും അതൊരു മറുപടി എന്നോണം പറയാം. പ്രത്യേകിച്ച് കേരള സ്റ്റോറിക്കൊക്കെ ഉള്ളൊരു ചെറിയ നമ്മുടെ നാട്ടിലൊരു മറുപടിയാണ്. കാര്യം സിസ്റ്റമാണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി മതം മാറാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസം കൊണ്ടല്ല. കാര്യം അവൾക്ക് ആവശ്യമായ സ്വാതന്ത്ര്യവും സ്വീകരണവും ഉള്ള ഒരു അന്വേഷണം തേടിയുള്ള യാത്രയുടെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ ഈ മതപരിവർത്തനം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അവരതിനിപ്പം ലവ് ജിഹാദ് എന്ന വാക്കുകളൊക്കെ കൊണ്ടിട്ട് പറയുമ്പോഴും ഈ ലവ് ജിഹാദും ശരിക്കും പറഞ്ഞാൽ ഒരു അന്വേഷണ ഫലമൊന്നും അല്ല. കാര്യം ഇതൊരു മുൻകൂട്ടി തീരുമാനിച്ച ഒരു നിഗമനം മാത്രമാണ്. പിന്നീടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസാണെങ്കിലും ഇതിലേക്ക് തെളിവുകൾ കൊണ്ടുവരുന്നത്. അതിന് പ്രധാന ഒരു കാരണം പലപ്പോഴും ആളുടെ മതമായിരിക്കാം എന്നുള്ളത് കൊണ്ടും
ഈ സമൂഹം ഈ പറയുന്ന രീതിയിൽ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുമൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ എടുത്തു വെക്കുന്ന ചില പ്ലോട്ടുകൾക്ക് കാലിക പ്രസക്തി ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്നൊരു ഘടകം കൂടി വന്നാലേ സിനിമ പലപ്പോഴും പ്രേക്ഷകരിലേക്ക് കൺവിൻസ് ആകുന്നുള്ളൂ. അതിൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. പക്ഷേ ഷൈൻ നിഗത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. കാര്യം ഈ ബലിപ്പെരുന്നാളിലൊക്കെ ഉണ്ടായിരുന്ന ഷൈൻ നിഗത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് തോന്നാം. പക്ഷേ ഷൈൻ്റെ സിനിമകൾക്കാണെങ്കിലും പൊതുവെ ഒരു ഫാൻ ബേസ് ഒക്കെ ഉള്ളതാണ്, പ്രത്യേകിച്ചുള്ള ആൾക്കാർ. ഇപ്പം ഈടെയൊക്കെ വന്നപ്പോഴും പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ രവിചന്ദ്രനാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രണയം രംഗങ്ങളാണ് ഇവർ കൂടുതലായിട്ടും വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇമോഷണലി ഉള്ള സീക്വൻസുകൾ ഒരുപാട്, പ്രത്യേകിച്ച് ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും ഒക്കെ ഇതിനകത്ത് അവർ വർക്കൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ബീഫിൻ്റെ രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യുന്നു. പിന്നീട് സമുദായങ്ങളാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത്. കാര്യം ആൾക്കാരെ സ്വീകരിക്കാൻ അവരൊരുങ്ങാത്തത് കൊണ്ടാണ് ശരിക്കും ഈ ഇതുപോലെയുള്ള പ്രണയങ്ങൾക്കൊന്നും മുമ്പോട്ട് ഒരിക്കലും ഒരു സ്ഥിരത അല്ലെങ്കിൽ അതിനൊരു പൂർത്തീകരണം ഉണ്ടാകാതെ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴും ഈ സിനിമയുടെ ഭംഗി നമുക്ക് പലപ്പോഴായിട്ട് ഈ ആൾക്കാരുടെ പെർഫോമൻസ് കൊണ്ട്, പ്രത്യേകിച്ച് സംഗീതയുടെ ക്യാരക്ടറിൻ്റെ ഒരു മനോഹരമായ ഡയലോഗ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സാക്ഷിയുടെ ക്യാരക്ടറിനെ ഇവരുടെ ഷൈൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അവർക്കൊരു ഡ്രസ്സ് അളവ് ഫിക്സ്ഡ് അല്ലാത്തൊരു ഡ്രസ്സ്, പക്ഷേ ഇത് അളവ് ഓക്കെയാന്ന് പറഞ്ഞാണ് സംഗീത കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, പേരൻസ് ശരിക്കും കുട്ടികൾക്ക് അവർ ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് നഴ്സറിലൊക്കെ കൊണ്ടുവിട്ടാലും നമ്മൾ പേരൻറ്റിങ് ആയിട്ടുള്ള പേരൻസ് അതിൻ്റെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ നിൽക്കും. അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ പരിചിതമല്ലാത്തൊരു സ്ഥലത്ത്, ഇപ്പം ഷൈൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ പരിചിതമല്ലാത്തൊരു സ്ഥലം എന്നതുകൊണ്ടാവാം ഉദ്ദേശിച്ച കാര്യം, ക്രിസ്തുമതം വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങോട്ട് വരുമ്പം അത് ചിലപ്പോൾ പരിചിതമല്ലാത്തതാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ആൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയും പേരൻസിനെ പോയി കാണണം എന്ന് പറയുന്ന സംഗീതയുടെ മനോഹരമായ ഒരു സീക്വൻസ് അത് നന്നായിട്ട് ആ സിനിമയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ എഡിറ്റർ ആകാശ് ജോസഫാണ്. അതും അത്യാവശ്യം വേഗത അല്ല, ഇത് ഡ്രാമയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രാമയുടേതായ കുറച്ച് പ്രശ്നങ്ങളുള്ള സിനിമയാണ്. പക്ഷേ ഇത് തിയേറ്റർ വാച്ചിന് മസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു പരീക്ഷണം എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാം എന്നുള്ളേ ഉള്ളൂ. OTT ഒക്കെ വരുമ്പം കണ്ടാലും മതി എന്നുള്ളൊരു അഭിപ്രായമാണ്.